ഡെൽറ്റ ഫോഴ്സ് മൊബൈലിലെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളിവിടെ നൽകിയിരിക്കുന്നത്. പ്രധാനമായും പുതിയതായി വരുന്ന കാര്യങ്ങൾ ഇവയാണ്. ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ പുതിയ അപ്ഡേറ്റും സ്പേസ് സിറ്റിയും. ഡെൽറ്റ ഫോഴ്സ് മൊബൈൽ ആരാധകർക്കായി ഒരു കിടിലൻ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഗെയിം ഡെവലപ്പർമാരായ TMI സ്റ്റുഡിയോ കളിക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ട് പുതിയ മാറ്റങ്ങളുമായി എത്തുകയാണ്. മെയ് 30 വരുന്ന ഈ അപ്ഡേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടിച്ചേർക്കലുകൾ താഴെ കൊടുക്കുന്നു. സ്പേസ് സിറ്റി മാപ്പ് വരുന്നു. ഗ്ലോബൽ റിലീസിന് ശേഷം കളിക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട സ്പേസ് സിറ്റി മാപ്പ് ഡെൽറ്റ ഫോഴ്സ് മൊബൈലിലേക്ക് വരുന്നു. മെയ് 30 ഈ അപ്ഡേറ്റ് ഔദ്യോഗികമായി ലഭിച്ചു തുടങ്ങും. പോപ്പുലർ ഡിമാൻഡ് കാരണം മെയ് 30 സ്പേസ് സിറ്റി നോർമൽ മൊബൈൽ വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് ഡെൽറ്റ ഫോഴ്സ് ടീം അറിയിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ അപ്ഡേറ്റ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കാണിച്ചെന്ന് വരില്ല. നേരത്തെ ലഭിച്ച മിഡ് സീസൺ 1 അപ്ഡേറ്റ് പോലെ ഇത് ഒരു ഇൻ ഗെയിം അപ്ഡേറ്റ് ആയിരിക്കാനാണ് സാധ്യത. പ്രകടന മെച്ചപ്പെടുത്തലുകൾ. പുതിയ അപ്ഡേറ്റ് ഗെയിമിന്റെ മൊത്തത്തിലുള്ള പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില ഒപ്റ്റിമൈസേഷനുകളും ട്വീക്കുകളും കൊണ്ടുവരുന്നുണ്ട്. എക്സ്ട്രാക്ഷൻ മോഡിൽ ചില ഡിവൈസുകളിലും പ്രോസസ്സറുകളിലും FPS ഡ്രോപ്പുകൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഡെവലപ്പർമാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിവൈസിന്റെ പേരും ഫ്രെയിം ഡ്രോപ്പുകൾ ഉണ്ടാകുന്ന കൃത്യമായ സ്ഥലവും രേഖപ്പെടുത്താൻ ഗെയിമർമാർക്ക് അവസരം നൽകുന്നുണ്ട്. FPS ക്യാപ്പ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം. ഡെൽറ്റ ഫോഴ്സ് മൊബൈലിലെ ഏറ്റവും നിരാശാജനകമായ കാര്യങ്ങളിലൊന്ന് നിലവിലുള്ള FPS ക്യാപ്പാണ്. ഇത് നിങ്ങളുടെ ഡിവൈസിന്റെ പൂർണ്ണശേഷി ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കളിക്കാർക്ക് തോന്നുന്നു. നിർഭാഗ്യവശാൽ ഈ ക്യാപ്പ് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അവർ അതിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ക്രമേണ ഇത് നീക്കം ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഇത്രയധികം സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ സാങ്കേതികപരമായ കാരണങ്ങളോ ടെസ്റ്റിംഗോ ഇതിന് പിന്നിലുണ്ടാകാം. FPS ക്യാപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റുകളിൽ പങ്കുവെക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിയൽ വൺ ആണ്. ടീം ഡെൽറ്റ എന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഷൗട്ടൗട്ട് നൽകുന്നതാണ്. പുതിയ കളിക്കാർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഹായ് എന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളെ വ്യക്തിപരമായി ഫാമിലേക്ക് സ്വാഗതം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് പീസ് ഔട്ട്.